ഏതോ ഒരാളുടെ പ്രസംഗം എടുത്ത് ഒരു ചാനൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും എനിക്ക് സൗകര്യമുണ്ട്. വസീഫിന്റെ തൊട്ടടുത്താണ് അല്ല, താങ്കൾ പറഞ്ഞതിനകത്ത് ഉമർ ഫൈസി നിജേഷ് ഒന്ന് മുഖം. ഇടപെടുകയാണ്. ഏതോ ഒരാൾ ഓ, എന്ന് പറയുന്നു, അതായത് ഏതോ ഒരാൾ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രസക്തമായ വിഷയം. ഏതോ ഒരാളിൻ്റെ പ്രസംഗമല്ല. സമസ്ത മുഷാവറ എന്ന് പറയുന്നത് UDF സംവിധാനത്തിന്, ലീഗിന് എങ്ങനെ ഏതോ ഒരാളായി പോകുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നം ഇവിടെ ഉയരുന്നുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഇവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് ചാനലുകൾ ശബരിമല വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശബരിമലയെ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് എത്ര ലാഘവത്തോടെ, എത്ര പ്രാധാന്യത്തോടെ മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിജേഷ് അരവിന്ദ് ആ വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം നിജേഷ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. നിങ്ങൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്, മുസ്ലിം സമുദായത്തിനൊരു മതനിരപേക്ഷ ഉള്ളടക്കമുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ഇവിടെ മതരാഷ്ട്രവാദികൾ ശ്രമിക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ സമസ്തയിലെ ഏതോ ഒരാളെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നത്? അതുതന്നെയാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന, കാലങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. നിങ്ങൾ എവിടെയൊക്കെയാണോ ഈ അവസരവാദ നിലപാട് എടുത്തിരിക്കുന്നത്, നിങ്ങൾ എവിടെയൊക്കെ ലഘൂകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ മതരാഷ്ട്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നിങ്ങൾ കളിക്കുന്നത് ഈ മതരാഷ്ട്ര ഉള്ളടക്കമുള്ള, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഈ സമൂഹത്തിലൂടെയാണ്. നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഈ വർഗീയതയ്ക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. വർഗീയതയാണ് ശരിയായ നിലപാടെന്നുള്ളതാണ്. മതരാഷ്ട്രവാദം വരണമെന്ന മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് നിജേഷ്.